നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സ് സജീവമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉറക്കം കേവലം ഒരു ശാരീരിക വിശ്രമം മാത്രമല്ല, മറിച്ച് അതിശക്തമായൊരു ധ്യാനമായി മാറാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാലോ? അതെ, അതാണ് സത്യം. ഉറക്കവും ധ്യാനവും തമ്മിൽ നേരിയൊരു വ്യത്യാസം മാത്രമേയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. ഗൗതമ ബുദ്ധൻ, ഓഷോ തുടങ്ങി നിരവധി മഹാന്മാർ തങ്ങളുടെ ഉറക്കത്തെ ആഴത്തിലുള്ള ഒരു ധ്യാനമാക്കി മാറ്റിയിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഉറങ്ങുമ്പോൾ ഉപബോധ മനസ്സിൽ ചെയ്യുന്ന ധ്യാനത്തിന് നിങ്ങളുടെ ബോധത്തെ ഉണർത്താൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പോലും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ സാധാരണ ഉറക്കത്തെ ദിവ്യമായ ഒരു ധ്യാനമാക്കി മാറ്റാൻ കഴിയുന്ന ആ രഹസ്യം 8 ഘട്ടങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്: നിങ്ങളിത് മുഴുവനായും കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. അല്ലാത്തപക്ഷം ആത്മീയ ശക്തിയില്ലാതെ ഉറക്കത്തിൽ അബോധാവസ്ഥയിലായി നിങ്ങൾ ഇന്നുള്ള അതേ അവസ്ഥയിൽ തന്നെ തുടരും. നോക്കൂ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ബീറ്റാ തരംഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പിരിമുറുക്കത്തിന്റെയും നിരന്തരമായ ചിന്തയുടെയും അവസ്ഥയാണ്. നമ്മൾ പതുക്കെ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ, ഉദാഹരണത്തിന് ധ്യാനിക്കുമ്പോൾ, നമ്മുടെ തലച്ചോറ് ആൽഫ തരംഗങ്ങളിലേക്ക് മാറുന്നു. നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അത് തീറ്റ തരംഗങ്ങളിലേക്കും തുടർന്ന് ഡെൽറ്റ തരംഗങ്ങളിലേക്കും എത്തുന്നു. ബുദ്ധനും കൃഷ്ണനും യോഗികളുമെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഈ അവസ്ഥയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. അവർ വെറുതെ ഉറങ്ങുകയായിരുന്നില്ല, മറിച്ച് അവരുടെ ഉറക്ക സമയം മുഴുവൻ ധ്യാനമായി മാറത്തക്ക വിധം അവർ തങ്ങളുടെ ബോധത്തെ ഉണർത്തി നിർത്തി. ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഞാൻ ദിവസവും ഉറങ്ങുന്നതല്ലേ, ഇതിലിപ്പോ എന്താ ഇത്ര പുതിയ കാര്യമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റുപറ്റിയത്. യാതൊരു അവബോധവുമില്ലാതെയാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരുതരം അബോധാവസ്ഥയിലായിരിക്കും. ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ക്ഷീണം തോന്നുന്നതെന്നും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും സമ്മർദ്ദത്തിലും അസ്വസ്ഥതയിലുമാകുന്നതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ ഉറക്കം യഥാർത്ഥത്തിൽ ആഴത്തിലുള്ളതല്ല. മാത്രമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുമില്ല. ഈ അറിവ് നിങ്ങൾ സ്വന്തമാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നറിയാമോ? മാനസിക സമാധാനവും ധ്യാനത്തിന്റെ ആഴവും എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ ആത്മീയ ശക്തിയെ ഉണർത്താനുള്ള വലിയൊരു അവസരവുമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് രാജേഷ് എന്ന വ്യക്തിയുടെ ഒരു യഥാർത്ഥ കഥ പറയാം. സമ്മർദ്ദവും ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും നിറഞ്ഞ ജീവിതം നയിച്ചിരുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നു രാജേഷ്. രാത്രികളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അവന്റെ ഒരു ശീലമായി മാറിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു: എന്റെ ഉറക്കത്തെ ധ്യാനമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന അതേ രീതി തന്നെയാണ് ഞാൻ അവനെയും പഠിപ്പിച്ചത്. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഉറക്കത്തിൽ ഒരുതരം അവബോധം വരുന്നതായി അവന് അനുഭവപ്പെട്ടു. രണ്ടാമത്തെ ആഴ്ചയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന് വല്ലാത്ത ശാന്തതയും ഊർജ്ജവും തോന്നിത്തുടങ്ങി. മൂന്നാമത്തെ ആഴ്ചയിൽ അവൻ എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായി താൻ യഥാർത്ഥത്തിൽ ഉണർന്നതായി അവന് തോന്നുന്നുവെന്ന്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും, നിങ്ങൾ ഇത് ചെയ്യുകയും വേണം. ഇനി എവിടെ നിന്ന് തുടങ്ങണം എന്ന ചോദ്യം വരുന്നു. ഏറ്റവും ആദ്യത്തെ പടിയാണ് ഉറങ്ങുന്നതിന് മുൻപുള്ള സങ്കല്പം. ഇതിനെ നിങ്ങൾക്ക് ഉറക്കത്തിലെ ഉദ്ദേശ്യമെന്നും വിളിക്കാം. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഈ സങ്കല്പം ആവർത്തിക്കുക: ഞാൻ ഉറങ്ങും, പക്ഷേ ഞാൻ ബോധവാനായിരിക്കും. എന്റെ ശരീരം ഉറങ്ങും, പക്ഷേ എന്റെ മനസ്സ് ഉണർന്നിരിക്കും. ഇതാണ് ആദ്യത്തെ പടി. ഇത് നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പതുക്കെ ഇത് അംഗീകരിക്കാൻ തുടങ്ങുമെന്ന് ഉറപ്പാണ്. സുഹൃത്തുക്കളെ, ഇത് ആദ്യപടി മാത്രമായിരുന്നു. അടുത്ത അധ്യായത്തിൽ ഉറങ്ങുമ്പോഴും നിങ്ങളെ യഥാർത്ഥത്തിൽ ധ്യാനാവസ്ഥയിൽ നിലനിർത്തുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. നിങ്ങളുടെ ആത്മീയ ഊർജ്ജത്തെ ഉണർത്താൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുകയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. ഓർക്കുക, നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ഉറക്കത്തെ ധ്യാനമാക്കി മാറ്റാൻ നിങ്ങൾ തീരുമാനമെടുക്കുകയാണോ? കമന്റിൽ എഴുതി അറിയിക്കുക. പക്ഷേ ഇവിടെ വലിയൊരു അപകടവുമുണ്ട്. ഉറങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ തെറ്റായ ചിന്തകളും നെഗറ്റീവ് ഊർജ്ജവും ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയും. ചിന്തിച്ചു നോക്കൂ, എല്ലാ രാത്രിയും നിങ്ങൾ ആശങ്കയോടെയും സമ്മർദ്ദത്തോടെയുമാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അതിനെ തന്നെ സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. യാതൊരു കാരണവുമില്ലാതെ സങ്കടം വരും. നിങ്ങളുടെ ഊർജ്ജം പതുക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അതിനെ ആഴത്തിലുള്ള ഒരു ധ്യാനമാക്കി എങ്ങനെ മാറ്റാമെന്നും നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യത്തെ രഹസ്യത്തിലേക്ക് വരുന്നു: ഉറങ്ങുന്നതിന് മുൻപുള്ള ചിന്തകൾ. ശ്രദ്ധിക്കുക, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും തുറന്നിരിക്കും. ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏത് ചിന്തയും നിങ്ങളുടെ തലച്ചോറിൽ ആഴത്തിൽ പതിയും. ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കുക: നിങ്ങളുടെ മനസ്സ് ഒരു കളിമണ്ണ് പോലെയാണ്. ഉറങ്ങുന്നതിന് മുൻപുള്ള 5 മിനിറ്റ് ഈ കളിമണ്ണ് ഏറ്റവും മൃദുവായിരിക്കുന്ന സമയമാണ്. അതിൽ ഭയമോ ഉത്കണ്ഠയോ നിഷേധാത്മക ചിന്തകളോ നിങ്ങളിട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. എന്നാൽ അതിൽ ആത്മവിശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും വിജയത്തിന്റെയും വിത്തുകളാണ് നിങ്ങൾ പാകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും. അതിനാൽ ഇന്നു മുതൽ ഒരു നിയമമുണ്ടാക്കുക: എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളോട് തന്നെ പറയുക: ഞാൻ ശാന്തനാണ്, ഞാൻ ബോധവാനാണ്, എന്റെ ഉറക്കം ധ്യാനമായി മാറുകയാണ്.
ഇതൊരു വാചകം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കുന്ന ആഴത്തിലുള്ള ഒരു ഊർജ്ജമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള മറ്റൊരു സാങ്കേതികവിദ്യ പറഞ്ഞുതരാം: സ്വപ്നങ്ങളെ നിയന്ത്രിക്കുക. ഇതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ ബോധവാനാകാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവയെ മാറ്റാനും കഴിയും എന്നാണ്. പതഞ്ജലി മഹർഷിയും ബുദ്ധനും തങ്ങളുടെ ഉപബോധ മനസ്സിനെ പൂർണ്ണമായും ഉണർത്തിയത് ഇതേ സാങ്കേതികവിദ്യയിലൂടെയാണ്. ഇതെങ്ങനെ ചെയ്യാം? സ്റ്റെപ്പ് 1: ദിവസം മുഴുവൻ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: ഞാൻ സ്വപ്നം കാണുകയാണോ? നിങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഈ ശീലം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയും. പിന്നീട് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തന്നെ ഈ ചോദ്യം ചോദിക്കുകയും നിങ്ങൾ സ്വപ്നത്തിലാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. സ്റ്റെപ്പ് 2: നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക. സ്വപ്നങ്ങളിൽ കാര്യങ്ങൾ സ്ഥിരമായിരിക്കില്ല. നിങ്ങൾ സ്വപ്നം കാണുകയും നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധയോടെ നോക്കുകയും ചെയ്താൽ അവ മാറുന്നത് കാണാം. അതൊരു സ്വപ്നമാണെന്നതിന്റെ സൂചനയായിരിക്കുമത്. തുടർന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് അവബോധം നിലനിർത്താൻ കഴിയും. സ്റ്റെപ്പ് 3: ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ പറയുക: ഇന്ന് ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ ബോധവാനായിരിക്കും. നിങ്ങൾ ഈ സങ്കല്പം ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ഇതിനെ സത്യമായി അംഗീകരിക്കും. ഇനി മൂന്നാമത്തെ സാങ്കേതികവിദ്യ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. ഇതിനെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. ഈ സാങ്കേതികവിദ്യയിലൂടെ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അനുഭവിക്കാൻ കഴിയും. ഇതൊരു സങ്കല്പമല്ല, മറിച്ച് പുരാതനമായ ഒരു യോഗവിദ്യയാണ്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായി വിശ്രമം നൽകുക. അത് മേഘങ്ങളെപ്പോലെ ഭാരം കുറഞ്ഞു പറക്കുന്നതായി അനുഭവിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ നെറ്റിയുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നേർത്ത സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം നിങ്ങളുടെ തലയിൽ നിന്ന് പുറപ്പെടുന്നതായി സങ്കല്പിക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ കിടക്കയിൽ കിടക്കുന്നത് നോക്കിക്കാണുന്നതായി സങ്കല്പിക്കുക. ഇത് ആദ്യമൊക്കെ വിചിത്രമായി തോന്നും, എന്നാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ തലച്ചോറ് ഇത് അംഗീകരിക്കും. നിങ്ങൾ ഈ സാങ്കേതികവിദ്യ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറക്കത്തെ കേവലം ധ്യാനമാക്കി മാറ്റുക മാത്രമല്ല, ഒരു ആത്മീയ യാത്രയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. ഉറങ്ങുമ്പോഴും എങ്ങനെ ബോധവാനായിരിക്കാം എന്നിപ്പോൾ നിങ്ങൾക്കറിയാം. എന്നാൽ ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. അടുത്ത അധ്യായത്തിൽ നമ്മുടെ ഉറക്കത്തിൽ തന്നെ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് എങ്ങനെ പോകാമെന്നും സമാധി എങ്ങനെ അനുഭവിക്കാമെന്നും നമ്മൾ പഠിക്കും. എന്നാൽ ഇവിടെ വളരെ വലിയൊരു അപകടവുമുണ്ട്. നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറും. ചിന്തിച്ചു നോക്കൂ, എല്ലാ രാത്രിയും ഉറങ്ങുന്ന 6 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്താണ് ചെയ്യുന്നത്? അത് നെഗറ്റീവ് ചിന്തകളിലും അരക്ഷിതാവസ്ഥയിലും ഭയത്തിലും മുങ്ങി നിൽക്കുകയാണെങ്കിൽ അത് പതുക്കെ നിങ്ങളുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കും. എല്ലാ രാത്രിയും നിങ്ങൾ അബോധാവസ്ഥയിലുള്ള ഒരു ഉറക്കത്തിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഉറങ്ങുമ്പോഴും എങ്ങനെ ബോധവാനായിരിക്കാമെന്നും സമാധിയുടെ അനുഭവം വരെ എങ്ങനെ എത്തിച്ചേരാമെന്നും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തെ മാർഗം യോഗനിദ്ര അഥവാ ബോധപൂർവമുള്ള ഉറക്കമാണ്. ഇതൊരു സാധാരണ സാങ്കേതിക വിദ്യയല്ല, മറിച്ച് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗയോഗത്തിലെ ഒരു രഹസ്യമാണിത്. ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉറക്കത്തെ ധ്യാനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇതെങ്ങനെ ചെയ്യാം? കിടക്കയിൽ കിടന്ന് കണ്ണുകൾ അടയ്ക്കുക. ശരീരത്തിന്റെ ഓരോ ഭാഗവും അയച്ചിടുക. തല മുതൽ കാൽപാദം വരെ ഓരോ അവയവത്തെയും അനുഭവിക്കുകയും അതിനെ പൂർണ്ണമായും ശാന്തമാക്കുകയും ചെയ്യുക. മനസ്സിൽ ആവർത്തിക്കുക: ഞാൻ ഈ ശരീരമല്ല, ഞാൻ കേവലം ബോധം മാത്രമാണ്. ഇത് ആവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറ് ശരീരത്തിന്റെ പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കാൻ തുടങ്ങും. പതുക്കെ ആഴത്തിലും നീളത്തിലും ശ്വാസമെടുക്കുക. ഓരോ ശ്വാസത്തോടൊപ്പവും നിങ്ങൾക്ക് കൂടുതൽ ഭാരം കുറയുന്നതായി അനുഭവിക്കുക. നിങ്ങളിത് ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും നിങ്ങൾ പൂർണ്ണ ബോധവാനായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ മറ്റൊരു സാങ്കേതികവിദ്യ പറഞ്ഞുതരാം: ത്രാടകധ്യാനം. ഈ വിദ്യ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുകയും ചെയ്യും. ഇതെങ്ങനെ ചെയ്യാം? ഒരു ദീപമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. 10 മിനിറ്റ് ആ നാളത്തിലേക്ക് കണ്ണ് ചിമ്മാതെ നോക്കുക. ഇനി പതുക്കെ കണ്ണുകൾ അടച്ച് ആ നാളം നിങ്ങളുടെ തലച്ചോറിന്റെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ പ്രകാശിക്കുന്നതായി അനുഭവിക്കുക. നിങ്ങൾ തന്നെ ആ വെളിച്ചത്തിൽ ലയിച്ചു ചേർന്നതായി സങ്കല്പിക്കുക. പതുക്കെ നിങ്ങളുടെ ബോധം അതിൽ അലിഞ്ഞു ചേരുകയാണ്. നിങ്ങൾ ഇത് ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിൽ ആഴത്തിലുള്ള ബോധം അനുഭവപ്പെടാൻ തുടങ്ങും. ഇത് പുരാതനമായ ഒരു ഇന്ത്യൻ ശാസ്ത്രമാണ്. ഇതിനെ സ്വരയോഗ എന്ന് വിളിക്കുന്നു. ഇതിൽ പറയുന്നത് നമ്മുടെ ശ്വാസഗതിക്ക് നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും എന്നാണ്. ഇതെങ്ങനെ ചെയ്യാം? ഇത് സൂര്യസ്വരത്തെ പിംഗളനാഡിയെ സജീവമാക്കുന്നു. ഇത് മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്നു. ഓരോ ശ്വാസത്തോടൊപ്പവും നിങ്ങളുടെ ബോധം വികസിക്കുന്നതായും നിങ്ങൾ സമാധിയിലേക്ക് അടുക്കുന്നതായും അനുഭവിക്കുക. നിങ്ങൾ ഈ സാങ്കേതികവിദ്യ ശരിയായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം സാധാരണ ഉറക്കമായിരിക്കില്ല, അതൊരു ആഴത്തിലുള്ള സമാധിയായി മാറും. ഇപ്പോൾ നിങ്ങൾ 3 ശക്തമായ വിദ്യകൾ പഠിച്ചു കഴിഞ്ഞു: യോഗനിദ്ര, ത്രാടകധ്യാനം, സ്വരശാസ്ത്രം. ഇവ വെറും സാധാരണ സാങ്കേതിക വിദ്യകളല്ല, മറിച്ച് നിങ്ങളെ പുതിയൊരു ബോധത്തിലേക്ക് നയിക്കുന്ന വഴികളാണ്. എന്നാൽ ഈ യാത്ര ഇതുവരെ അവസാനിച്ചിട്ടില്ല. അടുത്ത അധ്യായത്തിൽ ഉറക്കത്തിന്റെയും പ്രപഞ്ച ഊർജ്ജത്തിന്റെയും രഹസ്യം നമ്മൾ പഠിക്കും. സുഹൃത്തുക്കളെ,
ഉറങ്ങുമ്പോൾ ഊർജ്ജം ആകർഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 3 നിഗൂഢമായ സാങ്കേതിക വിദ്യകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ അറിവ് സാധാരണമല്ല, മറിച്ച് ഉറങ്ങുമ്പോഴും ധ്യാനവും ശക്തിയും നേടിയിരുന്ന ആ മഹത്തായ യോഗികളുടെ പൈതൃകമാണിത്. എന്നാൽ ഇവിടെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ഉറങ്ങുമ്പോൾ എങ്ങനെ ഊർജ്ജം സ്വീകരിക്കാമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിനർത്ഥം എല്ലാ രാത്രിയിലും നിങ്ങൾക്ക് ഊർജ്ജം നഷ്ടപ്പെടുന്നു എന്നാണ്. ചിന്തിച്ചു നോക്കൂ, രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടും എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ഊർജ്ജം എവിടെയോ പാഴായി പോകുന്നു എന്നാണ്. നിങ്ങളുടെ ബോധത്തെ ദുർബലപ്പെടുത്തുന്ന നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കാം. നിങ്ങളുടെ ഊർജ്ജം ശരിയായ രീതിയിൽ നിങ്ങൾ സംഭരിച്ചില്ലെങ്കിൽ പതുക്കെ നിങ്ങളുടെ ശരീരവും മനസ്സും ദുർബലമാകും. ഈ പ്രശ്നം നിങ്ങൾ സമയത്തിന് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ബാധിച്ചേക്കാം. ആദ്യത്തെ മാർഗം പ്രപഞ്ച ഊർജ്ജത്തെ നേരിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുക എന്നതാണ്. ഇതിനായി ഈ ഊർജ്ജസ്വലമായ ശക്തിയെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ആന്റിന പോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ മാറ്റേണ്ടതുണ്ട്. ഇതെങ്ങനെ ചെയ്യാം? ഉറങ്ങുന്നതിനു മുൻപ് നേരെ കിടന്ന് നട്ടെല്ല് നിവർത്തിവെക്കുക. നിങ്ങൾ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തിവെക്കുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ പ്രപഞ്ച ഊർജ്ജത്തിന്റെ ഒഴുക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ഒരു പ്രകാശകിരണം പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുക. കണ്ണുകൾ അടച്ച് ആകാശത്തുനിന്നും ഒരു ദിവ്യപ്രകാശം നിങ്ങളുടെ ചെറിയ സഹസ്രാര ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നതായി അനുഭവിക്കുക. ഈ ഊർജ്ജം പതുക്കെ നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. ഓരോ ശ്വാസത്തോടൊപ്പവും ഈ ഊർജ്ജം ഉള്ളിലേക്കെടുക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ സംഭരിക്കുകയും ചെയ്യുക. ആഴത്തിൽ ശ്വാസമെടുത്ത് ഈ ദിവ്യമായ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ എല്ലാ നിഷേധാത്മകതകളെയും പുറത്തേക്ക് വിടുക. നിങ്ങൾ ഇത് ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഇനി വെറുമൊരു വിശ്രമസമയം മാത്രമായിരിക്കില്ല, മറിച്ച് അത് ഊർജ്ജം സംഭരിക്കാനുള്ള ഒരു മാധ്യമമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി പുരാതന യോഗ തന്ത്രശാസ്ത്രങ്ങളിൽ നിന്നും എടുത്ത മറ്റൊരു പ്രധാന വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രാത്രി മുഴുവൻ ഊർജ്ജം ശരീരത്തിൽ നിലനിൽക്കാൻ ഈ വിദ്യ നിങ്ങളെ സഹായിക്കും. ഇതെങ്ങനെ ചെയ്യാം? ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ നാഭികേന്ദ്രമായ മണിപ്പൂര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് ഊർജ്ജത്തിന്റെ പ്രധാന ഉറവിടം. ഇത് ഉണർന്നാൽ ശരീരത്തിൽ ഊർജ്ജത്തിന്റെ കുറവ് ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങളുടെ നാഭിപ്രദേശത്ത് പതുക്കെ കൈവച്ച് ആഴത്തിൽ ശ്വാസമെടുക്കുക. ഓരോ ശ്വാസത്തോടൊപ്പവും ഇവിടെ ഒരു ഊർജ്ജഗോളം രൂപപ്പെടുന്നതായും അത് പതുക്കെ പ്രകാശം കൊണ്ട് നിറയുന്നതായും അനുഭവിക്കുക. ഉറങ്ങുമ്പോൾ അത് സജീവമായി നിലനിർത്തുക. ഉറങ്ങുമ്പോഴും ഈ ഊർജ്ജഗോളം അനുഭവിക്കാൻ ശ്രമിക്കുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ശക്തി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രപഞ്ച ഊർജ്ജത്തെ സ്വീകരിക്കാൻ മിടുക്കരായ സാധകർക്കുള്ളതായിരുന്നു ഈ വിദ്യ. നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബോധത്തെ ഉണർത്താൻ കഴിയും. ഇനി നിങ്ങളുടെ ഉറക്കത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന രഹസ്യമായ ഒരു സാങ്കേതിക വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു. ഇത് നാദയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവിടെ ശബ്ദതരംഗങ്ങളുടെ സഹായത്തോടെ നാം ഊർജ്ജം സ്വീകരിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാം? ഉറങ്ങുന്നതിന് മുൻപ് പ്രത്യേകമായ ഒരു ശബ്ദം ജപിക്കുക. നിങ്ങൾക്ക് AUM എന്നോ മറ്റേതെങ്കിലും പ്രപഞ്ച ശബ്ദമോ ജപിക്കാം. ഈ ശബ്ദം നിങ്ങളുടെ ഊർജ്ജത്തെ ഉണർത്തും. ഉറങ്ങുമ്പോൾ മനസ്സിൽ ഈ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഈ ശബ്ദം നിങ്ങളുടെ ചുറ്റും മുഴങ്ങുന്നതായി സങ്കൽപ്പിക്കുക. പതുക്കെ പതുക്കെ ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. പതുക്കെ ഇതിനെ ആഴത്തിലുള്ള ധ്യാനമാക്കി മാറ്റുക. ഈ ശബ്ദവുമായി നിങ്ങൾ ഒന്നാകുമ്പോൾ നിങ്ങളുടെ ഉറക്കം കേവലം ഒരു സാധാരണ ഉറക്കമല്ലാതായി മാറും. ഇതൊരാഴത്തിലുള്ള ധ്യാനാവസ്ഥയായി മാറും. നിങ്ങൾ ഈ സാങ്കേതികവിദ്യ ശരിയായി സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഊർജ്ജം പല മടങ്ങ് വർദ്ധിച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. സുഹൃത്തുക്കളെ, ഉറങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ അദൃശ്യ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഈ ശക്തി പ്രപഞ്ച സന്ദേശങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ദിവസം മുഴുവനുമുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പ്രപഞ്ച സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും സംവേദനക്ഷമമായ ഒരു അവസ്ഥയായി നമ്മൾ മാറുന്നു. ഈ സന്ദേശങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, എന്നാൽ ഈ സന്ദേശങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നുപോകും. നിങ്ങളുടെ ഉള്ളിൽ ഒരു അവബോധത്തിന്റെ കുറവുണ്ടാകും. അതിന്റെ ഫലമായി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ആ അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾ അവയെ അവഗണിച്ചുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ അവഗണന നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ ബാധിച്ചേക്കാം. ഇത് ഭയപ്പെടുത്തുന്നതാണ്, കാരണം ഈ സന്ദേശങ്ങൾ മനസ്സിലാക്കാനുള്ള കല നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയപ്പെടാത്ത ഒരു ഇരുണ്ട പാതയിലൂടെ സഞ്ചരിക്കാനിടയുണ്ട്. ഇനി നമ്മൾ ആ ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് ഉപബോധ മനസ്സും പ്രപഞ്ചവും തമ്മിൽ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാകുന്നത്? നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് നിർജ്ജീവമാകുന്നു. എന്നാൽ ഈ നിർജ്ജീവാവസ്ഥ നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഉറങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് സജീവമായി പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നു. ഈ ബന്ധം നമ്മുടെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നടക്കുന്ന ഒരുതരം ഊർജ്ജ കൈമാറ്റ പ്രക്രിയയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? സ്വപ്നങ്ങളും പ്രപഞ്ച സന്ദേശങ്ങളും. സ്വപ്നങ്ങൾ കേവലം നമ്മുടെ ആഗ്രഹങ്ങളുടെയോ ഭയത്തിന്റെയോ ഫലമല്ല, മറിച്ച് ഇവ പ്രപഞ്ച സന്ദേശങ്ങളാണ്.
നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധപ്പെടുന്നു. ഈ ഊർജ്ജം സ്വീകരിച്ച ശേഷം നമ്മൾ അതിനെ സ്വപ്നങ്ങളുടെ രൂപത്തിൽ അനുഭവിക്കുന്നു. സ്വപ്നങ്ങളിൽ പ്രതീകങ്ങളുണ്ട്. ഓരോ ചെറിയ കാര്യത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ സ്വപ്നത്തിൽ കടൽ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിൻ്റെയോ വികാരങ്ങളുടെയോ പ്രതീകമാകാം. പ്രപഞ്ച സന്ദേശങ്ങളുടെ രൂപത്തിൽ അവ നിങ്ങൾക്ക് ദിശാബോധം നൽകാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഉറക്കം ആഴത്തിലുള്ളതാകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രപഞ്ച സമാധാനവും അറിവും സ്വീകരിക്കുന്നു. ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഈ സന്ദേശങ്ങൾ പ്രപഞ്ചം അയക്കുന്നതാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രപഞ്ചം തയ്യാറാണ്. എന്നാൽ നിങ്ങൾക്ക് അവ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ രഹസ്യം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ പ്രപഞ്ച സന്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവ ഓർമ്മിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആ സന്ദേശങ്ങൾ മറന്നുപോകുകയാണെങ്കിൽ ആ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നിർജ്ജീവമായി മാറും. ഇതെങ്ങനെ ചെയ്യാം? രാവിലെ എഴുന്നേറ്റയുടനെ കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. രാത്രി ഉറക്കത്തിനു ശേഷം നിങ്ങൾ എത്രത്തോളം സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ച സന്ദേശങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ചോദ്യമോ ചിന്തയോ മനസ്സിൽ വയ്ക്കുക. ഉദാഹരണത്തിന്, ഈ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം വേണമോ എന്ന് ചോദിച്ച് ഉറങ്ങുന്നതിന് മുൻപ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു വഴികാട്ടിയാകും. സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചേക്കാം. ധ്യാനശീലമുള്ളവർക്ക് തങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രപഞ്ച സന്ദേശങ്ങളുമായി കൂടുതൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും. രാവിലെയുള്ള ധ്യാനം പ്രത്യേകിച്ച് പ്രധാനമാണ്, കാരണം ഇത് നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും സമാധാനത്തിലേക്ക് നയിക്കുന്നു. ഇതൊരു സാധാരണ അഭ്യാസം മാത്രമല്ല, ഇതൊരു ജീവിതരീതിയാണ്. നിങ്ങൾ ഈ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ച സന്ദേശങ്ങളുടെ വ്യക്തത വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് വരാം. പ്രപഞ്ച സന്ദേശങ്ങൾ കേൾക്കാനുള്ള കല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് മറ്റൊരു ബോധതലത്തിലേക്ക് പോകുന്നു. ഈ തലത്തിൽ നമുക്ക് നേരിട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ കഴിയും. എന്നാൽ നമ്മൾ പൂർണ്ണമായും ശാന്തരും ബോധവാന്മാരും ആകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ. ഇതെങ്ങനെ ചെയ്യാം? ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ മുറിയിലെ ശാന്തതയും ശുചിത്വവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിന് ശാന്തത ലഭിക്കുന്നതിനായി നേരിയ മെഴുകുതിരി വെളിച്ചമോ വെള്ളശബ്ദമോ ഉപയോഗിക്കുക. പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ടെന്നും അത് നിങ്ങളെ ശരിയായ രീതിയിൽ നയിക്കുമെന്നും നിങ്ങളുടെ മനസ്സിൽ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ഊർജ്ജം അതിവേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഉറങ്ങുമ്പോൾ പോസിറ്റീവും സ്നേഹനിർഭരവുമായ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൃത്യമായ സന്ദേശങ്ങളിലേക്ക് നയിക്കും. ഈ സന്ദേശങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും ഒരു ദിവ്യമായ മാർഗനിർദ്ദേശമുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചിലത് സന്തോഷകരവും ചിലത് ദുഃഖകരവുമാണ്. എന്നാൽ ഈ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഉപബോധ മനസ്സിന്റെ ശാന്തതയാണ്. ശാന്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം വിശ്രമം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ശാന്തമല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്തകൾ ചിതറിപ്പോകാം, നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലായേക്കാം. നിങ്ങളുടെ മനസ്സിൽ അശാന്തി നിലനിൽക്കുന്നുവെങ്കിൽ പ്രപഞ്ചത്തിന്റെ സന്ദേശങ്ങൾ ശരിയായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് വളരെ അപകടകരവുമാണ്, കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശാന്തത നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതിന്റെ ഫലമായി നിങ്ങൾ അസംതൃപ്തിയും സമ്മർദ്ദവും അനാവശ്യമായ സംഘർഷങ്ങളും നേരിടേണ്ടി വരുന്നു. ഇനി നമ്മൾ ആ ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കുന്നു. ധ്യാനവും സമാധാനവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. ധ്യാനം ഒരു ലളിതമായ പ്രക്രിയയാണ്, എന്നാൽ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അതിശക്തമായ ഒരു രഹസ്യമുണ്ട്. നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുകയും പ്രപഞ്ച സന്ദേശങ്ങളെ സ്വീകരിക്കാൻ അതിനെ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ബോധവും ആ നിമിഷത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഈ അവസ്ഥ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അസ്വസ്ഥമായ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുകയും അതിനെ സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് പ്രപഞ്ച സന്ദേശങ്ങളെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ധ്യാന പ്രക്രിയയിൽ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നിങ്ങളുടെ ശ്വാസത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഉപബോധ മനസ്സിന്റെ അശാന്തി കുറയ്ക്കുന്നു. ധ്യാനവേളയിൽ നിങ്ങൾ പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഈ ബന്ധം നിങ്ങൾക്ക് സമാധാനം അനുഭവിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കുകയും നിങ്ങളുടെ തീരുമാനങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ സമാധാനം കണ്ടെത്തുക. ഈ സമാധാനം കേവലം പുറമേയുള്ള സംഭവങ്ങളിൽ നിന്നല്ല വരുന്നത്, മറിച്ച് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ ചെയ്യാം? ഒരു ദിവസം കുറച്ചുനേരം പൂർണ്ണ മൗനത്തിലിരിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാന വഴിയാണ്.
പുറമേയുള്ള ശബ്ദങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക സമാധാനം പുറത്തുവരികയും നിങ്ങളുടെ ഉപബോധ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പർവ്വതങ്ങളോ കടലോ പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങളോ പോലുള്ള പ്രകൃതി ദൃശ്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നു. ഈ പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് സ്വാഭാവികതയും സന്തുലിതാവസ്ഥയും നൽകുന്നു. ഇത് ഉപബോധ മനസ്സിന് സമാധാനം അനുഭവിപ്പിക്കുന്നു. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതും നിങ്ങളുടെ ദൗർബല്യങ്ങളെ അംഗീകരിക്കുന്നതും ഉപബോധ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. യാതൊരു നിബന്ധനകളുമില്ലാതെ നിങ്ങളെ തന്നെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമാധാനത്തിലേക്ക് നീങ്ങുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് കടക്കുന്നു. മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തുലിതാവസ്ഥ. ഉപബോധ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കാൻ ഈ സന്തുലിതാവസ്ഥ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാം? യോഗയും ശാരീരിക അഭ്യാസങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ ഊർജ്ജത്തിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും ശാന്തമാക്കുന്നു. നിങ്ങളുടെ ശരീരം ആരോഗ്യകരമായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സും സമാധാനപരമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു. നിങ്ങളുടെ ഭക്ഷണക്രമവും നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉന്മേഷദായകവും ലഘുവായതും പോഷകപ്രദവുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് സമാധാനവും സന്തുലിതാവസ്ഥയും നൽകുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഉറക്കം ഉപബോധ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. നല്ലൊരു ഉറക്കചക്രം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും റീചാർജ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് സമാധാനം നൽകുകയും പ്രപഞ്ച സന്ദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളെ സജ്ജരാക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രപഞ്ച സന്ദേശങ്ങളെയും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നും അവയെ ശരിയായ ദിശയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഈ സന്ദേശങ്ങളെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ തീരുമാനങ്ങളും നിശ്ചലമായേക്കാം. പ്രപഞ്ചം നിങ്ങൾക്കായി അയക്കുന്ന ആ അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. ഇതൊരു വലിയ അപകട സാധ്യതയാണ്. ഇത് ഭയപ്പെടുത്തുന്നതാണ്, എന്നാൽ ഇതാണ് സത്യം. നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശബ്ദത്തെയും സ്വപ്നങ്ങളെയും പ്രപഞ്ച സന്ദേശങ്ങളെയും നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതപാതയെ ദുഷ്കരമാക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കുന്നു. സ്വപ്നങ്ങളിലൂടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക. ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അപരിചിതമായ ഒരു ശക്തി, വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് പോലെ. ഇതെങ്ങനെ ചെയ്യാം? സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ വളരെ ശക്തമായൊരു രൂപമാണ്. നിങ്ങൾ ധ്യാനിക്കുകയും നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുമ്പോൾ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി നിരവധി സന്ദേശങ്ങൾ കൊണ്ടുവരുന്നു. ഈ സ്വപ്നങ്ങളെ നിങ്ങൾ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ആദ്യപടി അവ എഴുതിവെക്കുക എന്നതാണ്. നിങ്ങൾ എഴുന്നേറ്റയുടനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ശ്രദ്ധാപൂർവം എഴുതുക. പിന്നീട് പതുക്കെ പതുക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എന്താണ് സന്ദേശം ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. സ്വപ്നങ്ങളിലെ വ്യത്യസ്ത പ്രതീകങ്ങളും ചിത്രങ്ങളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പറക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാകാം. സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ നിങ്ങളെത്തന്നെയും നിങ്ങളുടെ ജീവിതത്തെയും മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. രണ്ടാമത്തെ രഹസ്യം, പ്രപഞ്ച സന്ദേശങ്ങളെ തിരിച്ചറിയാനുള്ള കല നാം പഠിക്കണം എന്നതാണ്. പ്രപഞ്ചം എപ്പോഴും നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. എന്നാൽ ഈ സന്ദേശങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാറുണ്ടോ? ഇതെങ്ങനെ ചെയ്യാം? സിൻക്രോണിസിറ്റീസ്, സമന്വയങ്ങൾ അഥവാ പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ശരിയായ ദിശ കാണിച്ചു തരും. നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, ഒരേ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നീങ്ങണമെന്നതിന്റെ സൂചനയാകാമത്. പ്രപഞ്ചത്തിന്റെ സന്ദേശങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഓരോ സംഭവവും ഒരു ഉദ്ദേശ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പെട്ടെന്നൊരു വ്യക്തിയെ കാണുന്നത്, ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പഴയ പാട്ട് വരുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള സന്ദേശമാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രപഞ്ചം നമുക്കുള്ള മാർഗനിർദ്ദേശമായി ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നു. നിങ്ങളുടെ ഉള്ളറിവ് അല്ലെങ്കിൽ ആന്തരിക ജ്ഞാനം വളരെ ശക്തമായ ഒരു സൂചനയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ശരിയോ തെറ്റോ ആണെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആന്തരിക ബോധത്തിൽ നിന്നാണ് വരുന്നത്. ഈ സന്ദേശങ്ങൾ പ്രപഞ്ചം അയക്കുന്നതാണ്. ഇത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യം, നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെയും സന്ദേശങ്ങളെയും നിങ്ങൾ ശരിയായ ദിശയിൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന അതേ ദിശയിലേക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ തിരിച്ചുവിടാൻ നിങ്ങൾക്ക് കഴിയും. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾ പോസിറ്റീവായ ചിന്തകൾ പുലർത്തുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജ്ജം ലഭിക്കുന്നു. ഈ ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങളെയും പുതിയ ബന്ധങ്ങളെയും പുതിയ അനുഭവങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രപഞ്ച സന്ദേശങ്ങളെയും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിനായി നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. വ്യക്തമായ ഒരു ലക്ഷ്യം നിങ്ങളെ നയിക്കുകയും നിങ്ങളുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലാക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിൽ വിശ്വാസവും ക്ഷമയും വെച്ചുകൊണ്ട് നിങ്ങളുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾക്ക് കഴിയും. പ്രപഞ്ചം നിങ്ങളോടൊപ്പമുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ എല്ലാ യാദൃച്ഛികതകളും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ,
പ്രപഞ്ചശക്തിയും നിങ്ങളുടെ മനസ്സും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെയും സന്ദേശങ്ങളെയും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്ന അവസാന ചുവടുവെപ്പാണിത്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി, മനസ്സിന്റെ ശക്തി, പ്രപഞ്ച ഊർജ്ജവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ പൂർണ്ണമായ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുകയും പ്രപഞ്ചവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയമാണിത്. പ്രപഞ്ചശക്തികളെയും മനസ്സിന്റെ ശക്തിയെയും നിങ്ങൾ ശരിയായി തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാം. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാത ഒരുക്കാൻ കഴിയുന്ന ആ ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കാതെ വരും. നിങ്ങളുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തുടരുമോ? എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുമോ? ഇത് ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇതാണ് സത്യം. പ്രപഞ്ചശക്തിയുമായും നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയുമായും ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയുന്നതിൽ നിങ്ങൾക്ക് പിഴവ് സംഭവിക്കാം. ഈ ശക്തി ഉപയോഗിക്കാനുള്ള സമയമാണിത്. ഇനി നമ്മൾ ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കുന്നു. പ്രപഞ്ചശക്തിയുമായി ബന്ധപ്പെടാനുള്ള കല. നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ ചെയ്യാം? പ്രപഞ്ചശക്തികളുമായി ബന്ധപ്പെടുന്നതിനുള്ള ആദ്യത്തെ ആവശ്യം നിങ്ങളുടെ മാനസികാവസ്ഥ തയ്യാറാക്കുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തവും ഏകാഗ്രവുമാകുമ്പോൾ പ്രപഞ്ച ഊർജ്ജത്തെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉപകരണമാണ് ധ്യാനം. പ്രപഞ്ചശക്തികളുമായി ബന്ധപ്പെടുന്നതിന് നിങ്ങളുടെ ആത്മവിശ്വാസം ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം സഹായിക്കുന്നു. വിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും ശക്തിയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ വീക്ഷണം നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ പോസിറ്റീവായി തുടരുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് പോസിറ്റീവായ ഫലങ്ങൾ നൽകും. അതിനാൽ എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ സൂക്ഷിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് മാത്രമേ പ്രപഞ്ചം അയക്കുകയുള്ളൂ. രണ്ടാമത്തെ രഹസ്യം ഊർജ്ജത്തിന്റെ ഒഴുക്കാണ്. നിങ്ങളും പ്രപഞ്ച ഊർജ്ജവും ഒന്നാണ്. നിങ്ങളുടെ ഊർജ്ജം ശരിയായ ദിശയിലേക്ക് നിങ്ങൾ ഒഴുക്കുമ്പോൾ പ്രപഞ്ചം ആ ദിശയിലേക്ക് കൂടുതൽ ഊർജ്ജം അയക്കുന്നു. നിങ്ങളും പ്രപഞ്ചവും പരസ്പരം ബന്ധപ്പെടുന്ന സ്വാഭാവികമായ ഒരു ഊർജ്ജ ചക്രമാണിത്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങളുടെ ശ്വാസത്തിലൂടെ പ്രപഞ്ച ഊർജ്ജത്തെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഴത്തിൽ ശ്വാസമെടുക്കുകയും അത് പുറത്തുവിടുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജം നിങ്ങൾക്ക് അനുഭവപ്പെടും. ധ്യാനവേളയിൽ ഈ പ്രക്രിയ കൂടുതൽ ഫലപ്രദമാകുന്നു. ധ്യാനവും പ്രാർത്ഥനയും പ്രപഞ്ച ശക്തികളുമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങളാണ്. നിങ്ങൾ ധ്യാനിക്കും നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ നിങ്ങൾ ഉണർത്തുകയും പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും നന്ദി പ്രകടിപ്പിക്കുക. പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധപ്പെടുന്നതിനുള്ള വളരെ ശക്തമായ ഒരു വഴിയാണിത്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ പ്രപഞ്ചത്തോട് നിങ്ങൾ ഒരു പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്നു. മൂന്നാമത്തെ രഹസ്യം പ്രപഞ്ചശക്തിയെ നിയന്ത്രിക്കുക എന്നതാണ്. നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുവെന്നും അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നുവെന്നും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാം? ഇച്ഛാശക്തി ശരിയായി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയെ നിയന്ത്രിക്കാൻ കഴിയും. പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാനുള്ള വഴികൾ പ്രപഞ്ചം തുറന്നുതരുന്നു. നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകതയും ഭാവനയും ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രപഞ്ചശക്തികളെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായതായി നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാനുള്ള ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ തീരുമാനം ശക്തവും വ്യക്തവുമാകുമ്പോൾ അത് നിങ്ങൾക്കായി പൂർത്തിയാക്കാൻ പ്രപഞ്ചം സഹായിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചശക്തിയെയും മനസ്സിനെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾ കാണും. അപ്പോൾ എന്തുകൊണ്ട് ഈ യാത്ര നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടാ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ബുദ്ധ സ്റ്റോറി ഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകാൻ സഹായിക്കുന്ന പുതിയതും പ്രചോദനാത്മകവുമായ കാര്യങ്ങളുമായി എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇന്ന് തന്നെ ഞങ്ങളോടൊപ്പം ചേരുക. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുക. നന്ദി.